രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ദച്ചു റെഡിയായ മോളെ, നീ വരുന്ന ചെറിയമേ, ഒരു 5 മിനിറ്റ്. ദച്ചു വിളിച്ചു പറഞ്ഞു. ബന്ധുവിന്റെ കല്യാണത്തിന് പോകാൻ റെഡിയാകുകയായിരുന്നു ദക്ഷ ഹരിഹർ എന്ന ദച്ചുവും ചെറിയച്ഛൻ മോഹനും ചെറിയമ്മ ഗൗരിയും. പോവാൻ ചെറിയമ്മേ. ആ മോള് വന്നോ? ഏട്ടാ മോള് റെഡിയായി. ഗൗരി റൂമിലേക്ക് നോക്കി വിളിച്ചു. ആ ഞാനും റെഡിയാടോ, പോവാ മോളെ. ഓക്കെ ചെറിയച്ഛ. അവർ കല്യാണത്തിന് പുറപ്പെട്ടു. മോഹന്റെ ഏട്ടൻ ഹരിഹറിന്റെയും ഭാര്യ ഗായത്രിയുടെയും മകളാണ് ദച്ചു. ദച്ചുവിന് 2 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയുടെ അപകടത്തിൽ മരിച്ചു. അന്നു മുതൽ മോഹന്റെയും ഗൗരിയുടെ ഒപ്പമാണ് ദച്ചു. മോഹനും ഗൗരിക്കും മക്കളില്ല. ദച്ചുവിനെ സ്വന്തം മകളായാണ് മോഹനും ഗൗരിയും കാണുന്നത്. അവരും അവൾക്ക് അച്ഛനും അമ്മയുമാണ്. ദച്ചു MBBS പഠനം കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുന്നു. അവർ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ദച്ചു അവളെ കണ്ടുടൻ അവളുടെ കസിൻസ് വീണയും ഗോപികയും അവൾക്കടുത്തേക്ക് വന്നു. ഡി നിങ്ങൾ നേരത്തെ എത്തിയോ? ദച്ചു അവരോട് ചോദിച്ചു. ഇല്ലടി, ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ, ഗോപിക പറഞ്ഞു. ശരിയമ്മേ, ഞാൻ ഇവരുടെ കൂടെ കാണും, ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി. ശരി മോളെ, നീ ചെല്ലി. അങ്ങനെ വീണയോടും ഗോപികയോടൊപ്പം വായി നോക്കലും ഫോട്ടോ എടുക്കലൊക്കെയായി അവർ കല്യാണം ആഘോഷിച്ചു. കല്യാണം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ 3 മണിയോടെ വീട്ടിലെത്തി. ശരിയമ്മേ, ഞാനൊന്ന് ഉറങ്ങാൻ പോവാണേ, സദ്യ കഴിച്ചപ്പോൾ വല്ലാത്ത ക്ഷീണം. ആ നീ പോയി കിടന്നോ മോളെ, ഗൗരി പറഞ്ഞു. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലുള്ള ഹോസ്പിറ്റലാണ് ദച്ച് ഹൗസ് സർജൻസി ചെയ്യുന്നത്. ഒരു ദിവസം അവൾ OPയിൽ പേഷ്യന്റിനെ നോക്കുന്ന സമയത്ത് മീനു സിസ്റ്റർ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഡോക്ടർ, ഒരു എമർജൻസി കേസ് ഉണ്ട്, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്. വെയിൻ കട്ട് ചെയ്താ, ബ്ലഡ് ഒത്തിരി പോകുന്നുണ്ട്. ദച്ചു പെട്ടെന്ന് നഴ്സിനോടൊപ്പം ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ നിന്ന് രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ദച്ചു നഴ്സുമാരും കൂടി അയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നൽകി. അയാൾ ഒബ്സർവേഷൻ റൂമിലാക്കി ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ നൽകാൻ നഴ്സിന് നിർദ്ദേശം നൽകി ദച്ചു OPയിലേക്ക് പോയി. OPയിലെ തിരക്ക് കഴിഞ്ഞപ്പോൾ അവൾ ആ പേഷ്യന്റിന് അടുത്തെത്തി. അയാൾ ബെഡിൽ കിടക്കുകയായിരുന്നു. അയാൾക്ക് സമീപം 3-4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ദീപുവിനെ കണ്ടതും അവരൊക്കെ എഴുന്നേറ്റു. ദച്ചു അവരോട് ഇരുന്നോളാൻ പറഞ്ഞു. ദച്ചു ബെഡിനടുത്തുള്ള ചെയറിലിരുന്ന് അയാളെ നോക്കി. അയാൾ ജനൽ വഴി പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു. നെയ്സ് അയാളുടെ കേസ് ഷീറ്റ് ദച്ചുവിന് കൊടുത്തു. ദച്ചു പേര് നോക്കി. ദത്തൻ മേനോൻ, 30 വയസ്സ്. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കാൻ മാത്രം എന്താ ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം? ദച്ചു അവിടെ നിന്നോട് ചോദിച്ചു. അത് ഡോക്ടർ, ഇവനൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് ഇവനെ കൊണ്ട് ആ കൊച്ചിന് കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അവരിവരുടെ ബന്ധത്തെ എതിർത്തു. ആൾക്ക് വേറെ കല്യാണം തീരുമാനിച്ചു. ഇന്ന് അവളുടെ കല്യാണം പറഞ്ഞവൻ ഇന്നലെ അവളുടെ വീട്ടിൽ പോയി. ഞങ്ങളൊപ്പമുണ്ടായിരുന്നു. അവളോട് ഇവൻ്റെ ഇറങ്ങി വരാൻ പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞ മറുപടി ഇവനെ വല്ലാണ്ട് തളർത്തി. വീട്ടുകാരെ വേദനിപ്പിച്ചിട്ട് അവൾക്ക് ഇവനോടൊപ്പം വരാനാവില്ലെന്നും ഇനി അവളെ കാണാൻ ശ്രമിക്കരുതെന്നായിരുന്നു അവൾ പറഞ്ഞു. ഇവനത് സഹിക്കാനായില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നേ ഇവൻ ആ കൊച്ചിനെ. എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ആരാ? ദച്ചു അവരോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഇവൻ്റെ ഫ്രണ്ട്സാണ് ഡോക്ടർ. ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ? ഇവന് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല ഡോക്ടർ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. വേറെ ബന്ധുക്കളൊന്നുമില്ല. അതെ, ഒന്നിങ്ങോട്ട് നോക്കണം മിസ്റ്റർ ദത്തൻ. അവൻ തിരിഞ്ഞ് ദച്ചുവിനെ നോക്കി. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിനിങ്ങനെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടേ? പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഇത്രയും പക്വതയുള്ള ഒരാൾ. അവൾ പോയെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവുന്ന ഉറപ്പുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി അവളെ വിവാഹം കഴിച്ച് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞവരുടെ മുമ്പിലൂടെ നിങ്ങളുടെ പെണ്ണിൻ്റെ കൈയും പിടിച്ച് നടക്കണം. അതാ വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങളുടെ കുടുംബത്തിനും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങളൊരു അബദ്ധം കാണിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും സമയം ഇവരനുഭവിച്ച ടെൻഷൻ എന്തായാലും നിങ്ങൾക്കറിയോ? ഇവർക്കൊക്കെ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളിവിടെ എത്തിച്ചപ്പോൾ ഞാൻ കണ്ടതാ. ഇവരെയൊക്കെ സങ്കടപ്പെടുത്താൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി? ഇനിയെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ആത്മഹത്യയൊന്നും പരിഹാരമല്ല, അതാദ്യം മനസ്സിലാക്കൂ. എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞ് വരണം. ഓക്കെ? പിന്നെ ഇനിയിങ്ങനെ അബദ്ധം എന്തെങ്കിലും കാണിക്കാൻ തോന്നുമ്പോൾ ദേ ഈ ചങ്ക് കൂട്ടുകാരെ ഓർത്താൽ മതി കേട്ടോ. അവൾ അവനൊരു പുഞ്ചിരി നൽകി. മറ്റുള്ളവരോടും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ദത്തിന് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ കൂട്ടുകാരെ ഓർത്ത് കുറ്റബോധം തോന്നി. അവളിലെ നന്മയെ അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ മനസ്സൊന്ന് തണുത്തു. തൻ്റെ കൂട്ടുകാരല്ലാതെ ആദ്യമായിട്ടാണ് ഒരാളിൽ നിന്ന് ഇങ്ങനെയുള്ള ആശ്വാസവാക്കുകൾ കേട്ടത്. എല്ലാ ദിവസവും ദച്ചു ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ ചെറിയച്ഛനോടും ചെറിയമ്മയോടും പറയുമായിരുന്നു. ദത്തൻ്റെ കഥ കേട്ട് ആർക്കും വിഷമമായി. 2 ദിവസം കഴിഞ്ഞ് ദച്ചുവിൻ്റെ OPക്ക് മുമ്പിൽ വെയിറ്റ് ചെയ്യാണ് ദത്തനും കൂട്ടുകാരും. ദത്തൻ OPക്ക് മുന്നിലെ നെയിം ബോർഡ് വായിച്ചു. ദക്ഷ ഹരിഹർ. ദത്തൻ മേനോൻ? OPക്ക് മുന്നിൽ നിന്ന് നേഴ്സ് വിളിച്ചു. യെസ്. അവനും കൂടെയുള്ളവർ അകത്തേക്ക് കയറി. അവരെ കണ്ടതും ദച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു. ആ എല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കും. ഇപ്പം എങ്ങനെയുണ്ട്? അവൾ ദത്തനെ നോക്കി ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ. കൈ നോട്ടെ. അവൻ കൈ ടേബിളിന് മുകളിലേക്ക് വെച്ചു. സിസ്റ്റർ, ആ ബാൻഡേജ് ഒന്ന് അഴിക്കി. അടുത്തുനിന്ന് നഴ്സിലൂടെ ദച്ചു പറഞ്ഞു. നഴ്സ് ബാൻഡേജ് അഴിച്ചു. ദച്ചു മുറിവ് നോക്കി. കുഴപ്പമില്ല, ഡ്രസ്സിംഗ് റൂമിൽ പോയാൽ മതി. അവിടെ സിസ്റ്ററുണ്ട്, ഡ്രസ്സ് ചെയ്ത് തരും. അടുത്ത് വരുമ്പോൾ സ്റ്റിച്ച് റിമൂവ് ചെയ്യാം. പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, ഞാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ഇപ്പോൾ വേണ്ടാത്ത ചിന്തകൾ വല്ലതും മനസ്സിൽ വരുന്നുണ്ടോ? ദച്ചു ചോദിച്ചു.
ഇല്ല ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും പറ്റി എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു തീരാ വേദനയാവും. ഇനി അങ്ങനെ ഒരു അവിവേകം ഞാൻ കാണിക്കില്ല. പിന്നെ താങ്ക്സ് ഡോക്ടർ, എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന്. അവനൊരു ചെറു ചിരിയോടെ പറഞ്ഞു. അപ്പം എൻ്റെ മോട്ടിവേഷൻ ഏറ്റുമല്ലേ? അവൾ അവനൊരു പുഞ്ചിന് നൽകി. തീർച്ചയായിട്ടും ഡോക്ടർ. ഇവരെ നിങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ച് എല്ലാവരോടും സോറി പറഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്നും പറഞ്ഞു. കൂട്ടുകാരൻ സച്ചു പറഞ്ഞു. ഒരുപാട് താങ്ക്സ് ഡോക്ടർ, ഉണ്ണി പറഞ്ഞു. ഏയ് അതിന് താങ്ക്സ് ഒന്നും വേണ്ട, ഇതെൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞങ്ങൾ ഡോക്ടേഴ്സ് ഒരിക്കലും ഒരു ജീവൻ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കില്ല. എന്ത് വില കൊടുത്തും ജീവൻ സംരക്ഷിക്കാനും ശ്രമിക്കുക. ഓക്കെ, എന്നാൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നോളൂ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അടുത്ത തവണ ദത്തൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ സ്റ്റിച്ച് മാറ്റി. ഇനി മെഡിസിൻ ഒന്നും കഴിക്കേണ്ടെന്ന് ദച്ചു പറഞ്ഞു. ഡോക്ടർ ഒ പിയിൽ നിന്നിറങ്ങും മുമ്പ് ദത്തൻ ദച്ചുവിനെ നോക്കി വിളിച്ചു. എന്താ? അവളവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഡോക്ടറുടെ നമ്പരും തരുമോ? ഇനി വല്ല മോട്ടിവേഷൻ ആവശ്യം വന്നാലോ? അവൻ ചെറുതായിട്ടും ചിരിച്ചു. ദച്ചുവും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ ഓക്കെ തരാം. അവൾ തന്നെ നമ്പർ ദത്തിന് നൽകി. ഓക്കെ ഡോക്ടർ, താങ്ക് യു, ബൈ. ഓക്കെ ബൈ. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ഒരു ദിവസം ദച്ചുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, ആരാ? അവൾ ചോദിച്ചു. ഹലോ, ദക്ഷ ഡോക്ടർ അല്ലേ? മറുതലക്കിൽ നിന്നൊരു പുരുഷ ശബ്ദം. അതെ. ഡോക്ടർ ഹോസ്പിറ്റലാണോ? ബിസിയാണോ? ഹോസ്പിറ്റലിലാണ്, ഇപ്പോൾ ഫ്രീ ആണ്, പറഞ്ഞോളൂ. നിങ്ങളാരാ? ഞാൻ കുറച്ച് നാൾ മുമ്പ് ഡോക്ടറുടെ പേഷ്യൻ്റ് ആയിരുന്നു, ദത്തൻ മേനോൻ. ഓർക്കുന്നുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ഈ പേഷ്യൻറ്റിനെ. പിന്നെ സുഖമാണോ? സുഖമാണ് ഡോക്ടർ. ഡോക്ടർക്കോ? സുഖമായിരിക്കുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ എവിടെയാ? അവരെ കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് പോയി. അവർ ചോദിച്ചു ഡോക്ടർ നമ്പർ വാങ്ങി എന്നിട്ട് വിളിച്ചില്ലെന്ന്. അതൊന്ന് വിളിക്കാന്ന് കരുതി. അപ്പം കൂട്ടുകാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, അല്ല സ്വയം തോന്നിയിട്ടല്ലേ? അത് ഡോക്ടർ ഞാൻ മതി ചമ്മണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞ. അല്ല, കണ്ടപ്പോഴേ ചോദിക്കാൻ മറന്നു, എന്താ ജോലി? എനിക്ക് ബിസിനസ്സാണ് ഡോക്ടർ. 2 ഷോപ്പുണ്ട്, ഒരു ബേക്കറി ഷോപ്പും പിന്നെ ഒരു ടെക്സ്റ്റൈൽസും. അതെയോ? എവിടെയാ ഷോപ്പ്? ഇവിടെ തന്നെ, ഞങ്ങളുടെ ടൗണിൽ, ബേക്കറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ടെക്സ്റ്റൈൽസ്. അപ്പം ഇനി അതുവഴി വരുമ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും, യു ആർ ഓൾവേസ് വെൽക്കം. അല്ല, എന്താ ഷോപ്പിൻ്റെ പേര്? വൃന്ദാവൻ ടെക്സ്റ്റൈൽസ് ആൻഡ് വൃന്ദാവൻ ബേക്കേഴ്സ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വരും. പിന്നെ ഫ്രണ്ട്സിനോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കൂ കേട്ടോ. തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ശരി ഡോക്ടർ. രണ്ടുപേരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ഒരാളുടെ മുഖത്ത് തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടറോടുള്ള കടപ്പാടോർത്തുള്ള ചിരി, മറ്റേയാളുടെ മുഖത്ത് താൻ കാരണം ഒരാൾ മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്നോർത്തുള്ള ആത്മസംതൃപ്തി കൊണ്ടുള്ള ചിരി. ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ ഒരു ദിവസം ദച്ചു ദത്തൻ്റെ ഷോപ്പിൽ പോകാൻ തീരുമാനിച്ചു. അതിന് ദത്തൻ പറഞ്ഞ സ്ഥലത്ത് അവളെത്തി. കാറിൽ നിന്ന് തന്നെ അവൾ ദത്തൻ്റെ ഷോപ്പ് കണ്ടു. കാറിൽ നിന്നിറങ്ങി അവൾ ടെക്സ്റ്റൈൽസ് ലക്ഷ്യമാക്കി നടന്നു. അവൾ അകത്തേറിയ ഉടനെ ഒരു സെയിൽസുകൾ അടുത്തു വന്ന് എന്താ വേണ്ടെന്ന് ചോദിച്ചു. വരും മേഡം, സാരി സെക്ഷൻ അവിടെയാ. ആ പെൺകുട്ടിയുടെ പിറകെ അവൾ പോയി. ഓരോ സാരികളായി അവരവളെ കാണിച്ചു. അവൾ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദത്തൻ്റെ കൂട്ടുകാരൻ ഉണ്ണി അവളെ കണ്ടത്. അല്ല ഡോക്ടറോ? എപ്പോന്ന്? ഡോക്ടർ വരുന്ന കാര്യം ദത്തൻ പറഞ്ഞില്ലല്ലോ. ഞാൻ വരുന്ന കാര്യം കൂട്ടുകാരനും അറിയില്ല, അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. ഡോക്ടറോ? അവിടുന്ന് സെയിൽസുകൾ ചോദിച്ചു. അതെ, ദത്തൻ്റെ ചികിത്സ ഡോക്ടറായത്, അയാൾ പറഞ്ഞു. അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇങ്ങോട്ടിരിക്കും മേഡം, ഒരാൾ പറഞ്ഞു. ഏയ് വേണ്ട, സാരില്ല. എന്നാൽ ഡോക്ടർ സെലക്ട് ചെയ്യും, ഞാനിപ്പോൾ വരാം. ശരി. ദത്ത, ഇങ്ങോട്ടൊന്ന് വന്നേ. ബേക്കറിയിലായിരുന്ന ദത്തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഉണ്ണി പറഞ്ഞു. എന്താടാ കാര്യം? ടെക്സ്റ്റൈൽസിൽ ദക്ഷ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറോ? അതാണ് ഞാനിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരുന്നേ. ഉണ്ണി, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഡോക്ടർ, ദത്തൻ വിളിച്ച്. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ബേക്കറിയിലുണ്ടായിരുന്നു. ഡോക്ടർ എന്താ വരുന്നു വിളിച്ചു പറയാത്തെ? അതൊരു സർപ്രൈസ് ആയിക്കൂടെ നേരിട്ടാ. ഡ്രസ്സ് സെലക്ട് ചെയ്യായിരുന്നോ? ചെയ്തു. അവൾ സാരി കാണിച്ചു. ഇത് വേഗം പാക്ക് ചെയ്ത് കൊണ്ടുവരും. അവിടുന്ന് സെയിൽസ്മാനോട് സാരി കൊടുത്തുകൊണ്ട് ദത്തൻ പറഞ്ഞു. യെസ് സർ. അയാൾ സാരി വാങ്ങി പോവാനൊരുങ്ങി. അതെ ചേട്ടാ, ഒന്ന് നിന്നേ. ദച്ചു അയാൾ വിളിച്ചു. ബില്ല് പേ ചെയ്തിട്ട് പാക്ക് ചെയ്താൽ മതി, ദച്ചു പറഞ്ഞു. അതിന് കാശൊന്നും വേണ്ട ഡോക്ടർ. ഡോക്ടർ ആദ്യം എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതല്ലേ. അത് പറ്റില്ല. കാശ് വാങ്ങിയില്ലെങ്കിൽ ഞാനിതെടുക്കില്ല. ഡോക്ടർ, ഇത് ഡോക്ടർക്ക് എൻ്റെ വയറ്റുള്ളതാ. അത് വേണ്ട, പേ ചെയ്താലും ഞാൻ എടുക്കും. ഡോക്ടർക്ക് നിർബന്ധമാണെങ്കിൽ ഓക്കെ. അതെ, നിർബന്ധ. അവളൊരു ചിരിയോടെ പറഞ്ഞു. സച്ചിൻ, ഡോക്ടറെ കൂടെ ചെല്ലു, ദത്തൻ സെയിൽസ്മാനോട് പറഞ്ഞു. ഓക്കെ സർ, ഒരു വേണം. അവൾ അയാൾക്കൊപ്പം പോയി. ദച്ചു ബില്ല് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദത്തൻ അവിടേക്ക് വന്നു. പാക്ക് ചെയ്ത് കൊണ്ടുവരും, നമുക്ക് ബാക്കിലിരിക്കാം, ദത്തൻ പറഞ്ഞു. പാക്ക് ചെയ്യുമ്പോൾ ഇതുകൂടിയാലും വെച്ചോ. ഒരു സാരി സെയിൽസുകളുടെ കയ്യിൽ കൊടുത്ത് ദത്തൻ പറഞ്ഞു. അതുകൊണ്ട് എന്തോ പറയാൻ വന്ന ദച്ചുവിനെ ദത്തൻ തടഞ്ഞു. ഇതെൻ്റെ സന്തോഷത്തിനാണ്, ഇത് വേണ്ടെന്ന് പറയുന്നത്. ആയിക്കോട്ടെ. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഒരു ഡോക്ടർ. ദച്ചു അവൻ്റെ പുറകെ പോയി. അവർ ദത്തൻ്റെ ബേക്കറിലെത്തി. ദത്തൻ കാണിച്ച ചെയറിൽ അവൾ ഇരുന്നു.
അപ്പോഴാണ് ദത്തന്റെ കൂട്ടുകാരനായ സജുവും സച്ചുവും അങ്ങോട്ടേക്ക് വന്നത്. ആ ഡോക്ടറോ? സുഖാണോ ഡോക്ടറെ? സച്ചു ചോദിച്ചു. ആ സുഖം, നിങ്ങൾക്കോ? സുഖമായിട്ടിരിക്കുന്നു ഡോക്ടറെ. ഡോക്ടർ കുടിക്കാൻ എന്താ വേണ്ട? ദത്തൻ ചോദിച്ചു. എന്തായാലും മതി. ദത്തൻ ജ്യൂസ് എടുക്കാൻ പറഞ്ഞു. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ദത്തനും കൂട്ടുകാരുമായി അവൾ സൗഹൃദ സംഭാഷണം നടത്തി. അവൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് എടുത്തു. അതെ, ഇനി ഇതിനുകൂടി പേ ചെയ്ത് തന്നെ അന്യനാക്കല്ലേ ഡോക്ടറെ? ശരി, എന്ന് ഞാനിത് പേ ചെയ്യുന്നില്ല. താങ്ക്സ് ഡോക്ടർ. അവൻ അവൾക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അപ്പോഴേക്കും പാക്ക് ചെയ്ത സാരി ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പം ശരി, എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. അവൾ എല്ലാവരെയും നോക്കി. ശരി ഡോക്ടർ, ദത്തനും കൂട്ടുകാരും പറഞ്ഞു. ഡോക്ടർ വണ്ടിയിലല്ലോ ഒന്നേ? സജു ചോദിച്ചു. അതെ, എൻ്റെ വണ്ടി അതെ, അത്. അവൾ കാറ് ചൂണ്ടി പറഞ്ഞു. പോട്ടെ എന്നാ? അവൾ ദത്തനെ നോക്കി. ഡോക്ടർ ഇനിയും വരണം. തീർച്ചയായിട്ടും വരും. ഓക്കെ. അവൾ അവിടെ നിന്ന് ഇറങ്ങി. അവളുടെ കാറ് കണ്ണിൽ നിന്നും മറയുന്നവരെ അവർ നോക്കി നിന്നു. ദത്തിന് മനസ്സിൽ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. പിന്നീട് ഒരു ദിവസം ദച്ചു ചെറിയച്ഛനോടും ചെറിയമ്മയോടൊപ്പം ദത്തൻ്റെ ഷോപ്പിലേക്ക് പോയി. ദത്തിനെയും കൂട്ടുകാരെയും ചെറിയച്ഛനും ചെറിയമ്മയ്ക്ക് അവൾ പരിചയപ്പെടുത്തി. കുറെ നേരം അവരെല്ലാവരും സംസാരിച്ച ശേഷമാണ് അവരവിടെ നിന്ന് ഇറങ്ങിയത്. ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും ദത്തിനെയും കൂട്ടുകാരെയും ഇഷ്ടമായി. ഒരു ദിവസം വീട്ടിലേക്ക് വരെ എല്ലാവരും ക്ഷണിച്ചിട്ടാണ് അവർ പോയത്. ഒരു ദിവസം ദച്ചു ഫ്രീ ആയപ്പോൾ ദത്തിനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സും ഒപ്പം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് ദത്തൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവൾ അറിഞ്ഞു. സെലിബ്രേഷൻ ഉണ്ടോ എന്ന് ദച്ചു ചോദിച്ചപ്പോൾ ഇല്ലാന്ന് ദത്തൻ പറഞ്ഞു. ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കൂട്ടുകാരോട് ദച്ചു പറഞ്ഞു. ദത്തനെ എതിർത്തെങ്കിലും ദച്ചുവിൻ്റെ നിർബന്ധത്തിൽ അവന് സമ്മതിക്കേണ്ടി വന്നു. ദത്തൻ്റെ കൂട്ടുകാർ ഒക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ദച്ചുവിന് രാവിലെ ഡ്യൂട്ടിയുള്ള കാരണം വൈകുന്നേരമാണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. ദത്തൻ ഷെയർ ചെയ്ത ലൊക്കേഷൻ നോക്കി ദച്ചു 6 മണിയായപ്പോഴേക്കും അവൻ്റെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും അവളെ കാത്തിരുന്നു. ദച്ചുവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തിറങ്ങി. ദച്ചു കാറിൽ നിന്നിറങ്ങി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അവരും അവൾക്കായി ഒരു ചിരി നൽകി. ദത്തൻ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ അവർക്കൊപ്പം അകത്തേക്ക് കയറി. കേക്ക് കട്ടിങ് കഴിഞ്ഞ് അവൾ ദത്തിന് ഗിഫ്റ്റ് നൽകി. ഒരു ഷർട്ടും മുണ്ടുമായിരുന്നു അവൾ അവന് നൽകിയത്. അവൾ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനായൊരു പുഞ്ചിരി നൽകി. ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ദച്ചു മടങ്ങിയത്. ദച്ചുവിൻ്റെ ഹൗസ് സർജൻസി കഴിഞ്ഞു. കുറച്ച് ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ദച്ചു ജോലി കയറി. മാസത്തിലൊരിക്കലാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. അവൾക്ക് ചെറിയച്ഛനെയും ചെറിയമ്മയും ഒത്തിരി മിസ് ചെയ്തു. ഒപ്പം ദത്തിനെയും ഫ്രണ്ട്സിനെയും. ഇവിടുത്തെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ അവരെ കാണുമായിരുന്നു. അവൾ ജോലിയിൽ കൂടുതൽ എൻഗേജ് ആയി. ദത്തനും കൂട്ടുകാരുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കുറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായി അവരുടെ സംഭാഷണം. അവൾ മാസത്തിലൊരിക്കൽ വീട്ടിലെത്തുമെങ്കിലും ദത്തനെ കൂട്ടുകാരെ കാണാൻ അവൾക്ക് സമയം കിട്ടാറില്ല. അങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ദത്തൻ ടെക്സ്റ്റൈൽസ് നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അവൾ അവിടേക്ക് വന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. ഹലോ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഹലോ സുഖാണോ? അവൾ പുഞ്ചിരിയോട് അവനോട് ചോദിച്ചു. ആ സുഖം. ഡോക്ടർ എപ്പോൾ എത്തി നാട്ടിൽ? ഞാൻ ഇന്നലെ എത്തി. അല്ല ഫ്രണ്ട്സൊക്കെ എവിടെ? അതെ 2 പേരും ഇവിടെ ഉണ്ട്. 2 പേരും അപ്പുറത്തെ ഷോപ്പിലാണ്. അപ്പോഴാണ് അവിടുന്ന് അവൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്ന്. അല്ല ഇതാരും ഡോക്ടറോ? എപ്പെത്തി? സജി ചോദിച്ചു. ഞാൻ ഇന്നലെ എത്തി. നിങ്ങൾക്ക് സുഖമാണോ? ആ ഡോക്ടർ ഞങ്ങൾക്ക് സുഖം. ഡോക്ടർ വരും, നമുക്ക് അകത്തിരിക്കാം, ദത്തൻ പറഞ്ഞു. അവരവനെ കൂട്ടി ക്യാബിനകത്തേക്ക് പോയി. നിങ്ങൾ സംസാരിക്കുക, ഞങ്ങൾ പോയി കുടിക്കാനെന്തെങ്കിലും എടുത്തിട്ട് വരാം. അത് പറഞ്ഞ് കൂട്ടുകാരവിടുന്ന് പോയി. കുറച്ചു നേരം അവരൊന്നും സംസാരിച്ചില്ല. ഇനി എന്നാ തിരിച്ചു പോകുന്നത്? ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. കസിൻ്റെ മാരേജാണ്, അത് കഴിഞ്ഞിട്ട് പോവും. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജ്യൂസുമായി അവൻ്റെ ഫ്രണ്ട്സ് വന്നു. ആ ബാക്കി വിശേഷങ്ങളൊക്കെ ജ്യൂസ് കുടിച്ചിട്ടാവും ഡോക്ടറെ, ദത്തൻ്റെ ഫ്രണ്ട് സജു പറഞ്ഞു. ആ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഡോക്ടർ കാര്യം? ദത്തൻ ആകാംക്ഷയോട് ചോദിച്ചു. അയ്യോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഡോക്ടറെ എന്നുള്ള വിളി എന്തൊരു ഡിസ്കംഫേർട്ട് ഫീൽ. എല്ലാവരും എന്നെ ദച്ചു എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി. എന്താ? അവൾ എല്ലാവരെയും നോക്കി. ഓ ഇതായിരുന്ന കാര്യം, ഞങ്ങൾക്കൊന്ന് പേടിച്ചു എന്തായിരിക്കുമെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിന് കിട്ടിയില്ലേ? കുറച്ചു നേരം അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെ ദത്തിനെയും കൂട്ടുകാരെയും കണ്ട കാര്യം അവൾ മോഹനോടും ഗൗരിയോടും പറഞ്ഞു. അല്ല മോളെ, ദത്തന്റെ കാര്യം പറയുമ്പോ എന്താ നിനക്കൊരു പ്രത്യേക സന്തോഷം? സംതിങ് റോങ്? ഒരു കള്ളച്ചിരിയോടെ മോഹൻ പറഞ്ഞു. എന്ത് റോങ്? ഒന്ന് പോയ ചെറിയച്ച. എന്ത് റോങ്? ഒന്ന് പോയ ചെറിയച്ച. ചുമ്മാതൊന്നുമല്ല, എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഗൗരി അവളെ നോക്കി പറഞ്ഞു. ഓ അപ്പൊ ഭാര്യയും ഭർത്താവും കൂടി എന്നെ ട്രോളുകയാണല്ലേ? അവൾ പരിഭവത്തോടെ അവർ നോക്കി. ട്രോളിയതല്ല മോളെ, ഞങ്ങൾ സത്യ പറഞ്ഞ് ദത്തനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾക്ക് സമ്മത അവനെ മരുമോനാക്കാൻ, മോഹൻ പറഞ്ഞു. ചെറിയച്ച അവൾ കൊഞ്ചലോടെ വിളിച്ചു. രാത്രി കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. മോഹനും ഗൗരിയും പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. ഇവിടുന്ന് മാറിയുന്നപ്പോഴൊക്കെ ചെറിയച്ഛനെയും ചെറിയമ്മയും പോലെ തന്നെ മിസ് ചെയ്തിട്ടുണ്ട് ദത്തേട്ടനെ. അത് അവർക്കൊപ്പം സ്ഥാനം ദത്തേട്ടൻ തൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ദത്തേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ തൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അത് തനിക്ക് ദത്തേട്ടനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ?
എപ്പോഴും ആ സാമീപ്യം തന്നെ മനസ്സ് ആഗ്രഹിക്കുന്നില്ലേ? പല ചിന്തകൾ അവളുടെ ഉറക്കം കെടുത്തി. അവൾ ഫോണെടുത്ത് ദത്തനെ വിളിച്ചു. എന്താ ഡോക്ടർ, ഉറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ ദച്ചു എന്ന് വിളിച്ചാൽ മതിയെന്ന്. ഓ സോറി, കഴിച്ചായിരുന്നു ദച്ചു? കഴിച്ചു. ദത്തേട്ടൻ കഴിച്ചോ? അവളുടെ ദത്തേട്ട എന്ന വിളി അവനിൽ സന്തോഷം നൽകി. ഹലോ ഹലോ മറുപടി കേൾക്കാനായിട്ട് അവൾ വിളിച്ചു. ആ കഴിച്ചു, അവൻ പറഞ്ഞു. എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വന്നില്ല. അവ ദത്തേട്ടനെ ചുമ്മാ വിളിക്കാന്ന് കരുതി. പിന്നെന്താ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അത് ദത്തേട്ടനെ ഇഷ്ടമാണോ? എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അത് എനിക്ക് ദത്തേട്ടനെ ഇഷ്ടമാ. എന്താ പറഞ്ഞ്? അവനൽപ്പം ഗൗരവത്തോട് ചോദിച്ചു. ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യോ ദത്തേട്ടനെ. ദച്ചു അത് വേണ്ട, നിനക്ക് ചേർന്ന ഒരാളല്ല ഞാൻ. ഇത് പറയാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കണ്ട. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഹലോ ഹലോ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ തലയിണയിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. പിറ്റേന്ന് രാവിലെ അവളുടെ മുഖം കണ്ട് മോഹനും ഗൗരി എന്താ കാര്യമെന്ന് ചോദിച്ചു. അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. മോളെ ഡാ, നിനക്ക് ഇഷ്ടമാണോ അവനെ? മോഹൻ ചോദിച്ചു. ഇന്നലെ അവർ എനിക്കറിയില്ലായിരുന്നു ചെറിയച്ഛ. പക്ഷെ ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു. പക്ഷേ മോളെ സാരമില്ല, ഓക്കെ ശരിയാവും. ദത്ത മോള് വിളിക്കും. അതേ മോള് സങ്കടപ്പെടേണ്ട. ഗൗരി അവളെ സമാധാനപ്പെടുത്തി. പിറ്റേന്ന് അവൾ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. അവൾക്ക് ഒത്തിരി സങ്കടമായി. അവൾക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. അവൾ അവന് മെസ്സേജ് അയച്ചു. ഞാൻ മറ്റന്നാൾ തിരിച്ചു പോവാം. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ബീച്ചിനടുത്ത് 4 മണിക്കുണ്ടാകും. എന്നോട് ദേഷ്യമില്ലെങ്കിൽ വരണം പ്ലീസ്. അവൻ മെസ്സേജ് നോക്കി. അപ്പോഴാണ് അവൻ്റെ കൂട്ടുകാർ അങ്ങോട്ട് വന്ന് അവരും മെസ്സേജ് കണ്ടു. ഡാ, എന്തിനാ അവൾ ഇങ്ങനെ മെസ്സേജ് നിനക്ക് വെച്ച്? നിങ്ങൾ തമ്മിൽ വഴക്കായോ? അവർ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ. അവൻ ഒഴിഞ്ഞു മാറി. ദത്ത എന്താടാ കാര്യം? സജു ചോദിച്ചു. അവൻ അവരോട് കാര്യം മുഴുവൻ പറഞ്ഞു. ഡാ, അവൾക്ക് നിന്നെ ഇഷ്ടാന്നോ? അതിനാണോടാ നീ ആ കൊച്ചിനെ വഴക്കിട്ട്? ഡാ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ അവള്? അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? ഓ, ഇപ്പോഴാ തേച്ചിട്ടോളാം മനസ്സിൽ അല്ലേ? ഒന്ന് പോടാ. അല്ലെ പിന്നെ ആ കൊച്ചി ഇഷ്ടം പറയുമ്പോൾ നീ അതിനോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നോ? എന്തായാലും നീ നാളെ പോകുന്ന അവളോട് സംസാരിക്കുന്നു. എന്താ? ഡാ, അത് നീ ഒന്നും പറയണ്ട, നീ അവളെ കാണും, സജു പറഞ്ഞു. ദത്തൻ ബീച്ചിലെത്തിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ വരാൻ പറഞ്ഞ്? ദത്തൻ ചോദിച്ചു. ദത്തേട്ടാ, എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു? എനിക്കിങ്ങനെ അവോയ്ഡ് ചെയ്യണമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ പഴയ പ്രണയം മനസ്സിൽ നിന്ന് പോവായിട്ടാണോ എന്നെ വേണ്ടാന്ന് പറഞ്ഞ്? പറയൂ ദത്തേട്ടാ. ഏയ്, എൻ്റെ ലൈഫിൽ ഇനിയൊരു പെണ്ണുണ്ടാവില്ല. എനിക്ക് വയ്യ ഇനിയും. ഓ, അപ്പം ഞാനും അവളെ പോലെ ആവുന്നാണോ ദത്തേട്ടൻ പറയുന്നത്? പെണ്ണിൻ്റെ മനസ്സല്ലേ, ആർക്കറിയാം? എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് നിനക്ക് വേണ്ടി ഞാൻ ജീവൻ തരുന്നൊക്കെ. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ്. അവനെ എങ്ങോട്ട് നോക്കി പറഞ്ഞു. നിനക്കിപ്പോൾ എന്നോട് തോന്നുന്ന വെറും സാധാരണ മാത്രമാണ്. അതില്ലാണ്ടാവുമ്പോൾ നിനക്ക് എന്നെ മടുക്കും. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ദത്തേട്ടൻ പറഞ്ഞല്ലോ, ജീവൻ പോലും തരാമെന്ന് പലരും പറയുന്നു. എല്ലാവരെയും പോലെയാണ് എന്നെയും കാണുന്നത്. എൻ്റെ ജീവൻ തന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കുമോ? ജീവൻ്റെ വില എന്താണെന്ന് ശരിക്കറിയാവുന്ന നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ തരുമോ? അവൻ അവളെ നോക്കി. ശരിയാ, ജീവൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എൻ്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം. അത് തെളിയിച്ചാലെങ്കിലും എന്നെ വിശ്വസിക്കുക ദത്തേട്ടാ. അവനൊന്നും മിണ്ടിയില്ല. അവൾ അവനെ നോക്കി. എന്നിട്ട് തിരിഞ്ഞടന്നു കടലിലേക്ക്. അവൻ അവളെ നോക്കി നിന്നു. അവൾ തന്നെ ഒന്ന് പേടിപ്പിക്കാനാണ് അങ്ങനെ ചെയ്യുന്നെന്നും കുറച്ചുപോയി തിരികെ വരുമെന്നും അവൻ കരുതി. പക്ഷേ കടൽ തിരയേക്കാൾ ശക്തിയിൽ അവളുടെ ഉള്ളിൽ സങ്കടത്തിന്റെ തിര ഇരുമ്പുന്നുണ്ടായിരുന്നു. ശക്തമായ തിര വരുമ്പോൾ അവൾ തിരിച്ചു വരുമെന്ന് ദത്തൻ കരുതി. പക്ഷേ തിരയിലേക്ക് ഇറങ്ങുന്ന അവളൊരു ഞെട്ടിലോടെ അവൻ നോക്കി. ദച്ചു, ദച്ചു, ദച്ചു! ദത്തൻ അവൾക്കരിയിലേക്ക് ഓടി. ദച്ചു പോലെ, ദച്ചു, ഇടി ദച്ചു നിൽക്കാൻ! ഒരു വലിയ തിര വന്നു അവൾ താഴെ വീണുപോയി. ദച്ചു! അവൻ ഓടി അവൾക്കടുത്തെത്തി. അവൻ അവൾക്കടുത്തെത്തിയതും അവളുടെ ബോധം അറിഞ്ഞിരുന്നു. അവൻ അവളെ കൈകളിലേക്ക് എടുത്ത് കരയിലേക്ക് വന്നു. അവളെ മടിയിൽ കിടത്തി തട്ടി വിളിച്ചു. ദച്ചു മോളെ, കണ്ണൂർക്കടി. നീ നിന്റെ തത്തേണ്ണ മോളെ വിളിക്കുന്നത്. കണ്ണൂർക്കടി മോളെ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവൻ അവളെ തറയിൽ കിടത്തി അവളുടെ വയറിൽ അമർത്തി. വായിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നു. അവൻ അവൾക്ക് കൃത്രിമ ശ്വാസം നൽകി. ഒരേങ്ങളോട് അവൾ കണ്ണു തുറന്നു. മോളെ. അവൻ അവളെ തന്നെ മാറോട് ചേർത്തു. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്ത്? അവൻ വിതുമ്പിപ്പോയി.
ദത്തേട്ട എനിക്ക് നിങ്ങൾ ജീവനാ ദത്തേട്ട. എന്റെ ജീവനേക്കാളും വലുത് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല ദത്തേട്ട. മോളെ, അവൻ നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൾ തന്നെ മാറോട് ചേർത്തി. സോറി മോളെ, റിയലി സോറി. നിന്നെ എനിക്കെൻ്റെ ജീവനാ പെണ്ണെ. എപ്പോഴേക്കോ നീ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ. പക്ഷെ എന്തോന്ന് നിന്നിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ദത്തിൻ്റെ ഹൃദയം മുഴുവൻ നീയാ പെണ്ണെ. ഇപ്പം നീ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയം നിലച്ചുപോയ പോലെ തോന്നിപ്പോയി പെണ്ണെ. എനിക്ക് അത്രയ്ക്ക് ജീവനാ പെണ്ണെ നിന്നെ എനിക്ക്. ഇനി നിന്നിൽ നിന്നൊരു മോചനം എനിക്കില്ല മോളെ. എൻ്റെ സിരകളിൽ പോലും ഒരു ലഹരിയായിട്ട് നിന്നോടുള്ള പ്രണയം ഒഴുകുകയാണ് പെണ്ണെ. അവൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വാ പോ, എഴുന്നേൽക്ക്. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ കോലത്തിൽ നിന്റെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. പൊന്നുമോള് കാണിച്ച സാഹസം ചെറിയച്ഛനും ചെറിയമ്മയും അറിയണ്ട. അവൾ അവനെ നോക്കിയൊരു ചമ്മിയെ ചിരിയിരിച്ചു. ചിരിക്കരുത് നീ. കുറച്ചു നേരത്തേക്ക് 14 ലോകം കണ്ടു ഞാൻ. എന്നിട്ട് അവൾ നിന്ന് ഇളിക്കുന്നു. അതിന് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? അയ്യടാ, കുണുവാവയല്ലേ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ പിണങ്ങാൻ. നിന്നെയൊക്കെ ആരടി ഡോക്ടറാക്കിയേ? അവനെ നോക്കി ഗോഷ്ടി കാണിച്ച് അവൾ തിരിഞ്ഞടന്നു. ഓ, അപ്പോഴേക്കും തെറ്റിയോ? അവൻ അവൾ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് നടന്നു. എന്തായാലും നമ്മുടെ ടെക്സ്റ്റൈൽസിൽ പോകണ്ട. എൻ്റെ ഈ നനഞ്ഞ കോലം കണ്ട അവരോടൊക്കെ മറുപടി പറയേണ്ടി വരും. നീ ഇരിക്കും, ഞാനിപ്പോൾ വരാം. ഒരു ടെക്സ്റ്റൈൽസിന് മുമ്പിൽ വണ്ടി നിർത്തി ദത്തൻ പറഞ്ഞു. എന്നിട്ട് അതിനുള്ളിലേക്ക് കയറി. തിരിച്ചു വന്ന് അവൾക്കുള്ള ഡ്രസ്സുമായിട്ടാണ് അവർ ദത്തൻ്റെ വീട്ടിലെത്തി. വാ ഇറങ്ങ്. അവൻ ഇറങ്ങി, കൂടെ അവളും. അവൻ വീട് തുറന്ന് അകത്തേക്ക് കയറി. ദാ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റ്. അവൻ അവിടെ കയ്യിൽ ഡ്രസ്സിന്റെ കവർ നൽകി. അവൾ അത് വാങ്ങി കുളിക്കാനായി പോയി. അവൻ കൂട്ടുകാരെ വിളിച്ച് ബീച്ചിൽ നടന്നൊക്കെ പറഞ്ഞു. ഒപ്പം ദശുവിന്റെ കാർ ബീച്ചിൽ നിന്ന് എടുക്കാനും പറഞ്ഞു. അവർക്കൊക്കെ ഒത്തിരി സന്തോഷമായി. അവൾ കുളിച്ചു വന്നപ്പോഴേക്കും അവനും കുളിച്ചു വന്ന് ചായ ഉണ്ടാക്കിയിരുന്നു. ദാ കുടിക്ക്. അവൻ അവൾക്ക് ചായ നൽകി. അവൾ പുൻചിരിയോട് അത് വാങ്ങി. അവളുടെ വണ്ടിയുമായി കൂട്ടുകാരെത്തി. അവരെത്തിയപ്പോൾ അവളുടെ കൈ പിടിച്ച് അവളോട് സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുന്ന ദത്തിനെ കണ്ട് അവരുടെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം പ്രകടമായി. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഉണ്ണി ചോദിച്ചു. ഇവളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കണം, ഈ ഡോക്ടർ എനിക്ക് തരുമെന്ന്. എന്നിട്ട് കെട്ടിങ്ങോട്ട് കൊണ്ടുവരണം. ആ, ഇവൾക്ക് ദേഷ്യം വരുമ്പോൾ പോലെ ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റുമെന്ന പേടി. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരാം, അവൾ പറഞ്ഞു. എടി ദുഷ്ട, നിന്നെ ഞാൻ മതി തല്ലുകൂടിയത്. സമയം ഒരുപാടായി. എവിടെ നാളെ പോവേണ്ടതല്ലേ? അപ്പം ശരി, ഇനി ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കാണാം. എന്നാ ഞാൻ പോട്ടെ. അവൾ എഴുന്നേറ്റു. എടി, എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും. അയ്യടാ, അങ്ങനെ ഇപ്പം കാണണ്ട. ഇതുവരെ കാണാനും തോന്നിയില്ലല്ലോ. ഇതുവരെയുള്ള പോലെ അല്ലല്ലോ ഇപ്പൊ എന്താ? അവളൊരു കുറുമ്പോടെ ചോദിച്ചു. ഇപ്പോഴാ? ഇപ്പൊ എൻ്റെ ഹൃദയം ഇവിടെയല്ലേ? അവൻ അവളുടെ ഇടനെഞ്ചിൽ തൊട്ട് പറഞ്ഞു. അവൾക്ക് അവന്റെ നോട്ടം താങ്ങാനായില്ല. അവൾ അവന്റെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കവിളിൽ കൈ ചേർത്ത് അവളുടെ ചുണ്ടിൽ മൃദുവായി ഒന്ന് ഉമ്മവെച്ചു. ശേഷം അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ തന്നെ മാറോട് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇരുകണ്ണുകളിലും പ്രണയത്തിന്റെ തിരയിളക്കം അവർ കണ്ടു. അതേ, മതി കണ്ണു നോക്കി കഥ പറഞ്ഞ് ബാക്കി പിന്നെയാവാം. സജുവിന്റെ വാക്കുകളാണ് അവരെ തിരികെ കൊണ്ടുവന്നത്. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഡോക്ടർ ദക്ഷാഹരിയർ ദക്ഷാദത്തനായി വലതുകാലം വെച്ച് അവന്റെ വീട്ടിലേക്ക് കയറി. കല്യാണത്തിന്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് കൂട്ടുകാരൊക്കെ അവരവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ദത്തനും അവന്റെ പെണ്ണും മാത്രമായി. മുൻവശത്തെ ഡോറടിച്ച് ദത്തൻ മുറിയിലേക്ക് വന്നപ്പോഴേക്കും ദച്ചു കുളിച്ച് സെറ്റ് സാരിയെ കൊടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തലതൂർത്തുകയായിരുന്നു. അവൻ റൂമിലെ ഡോറടിച്ചൊരു കള്ളച്ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. അവളുടെ പുറകിലൂടെ അവളെ ചേർത്തു പിടിച്ചു. അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി. അവന്റെ മുഖം കണ്ടതും അവളുടെ മുഖത്ത് നാണത്താളുള്ള പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവളുടെ തല തുടച്ചു കൊടുത്തു. മുടിയിലെ വെള്ളം നന്നായി തുവർത്തി. അവളുടെ മുടി മാടിയൊതുക്കി പിൻകഴുത്തിൽ വീണ മുടിയിലെ വെള്ളം അവന്റെ അധരങ്ങളാൽ ഒപ്പിയെടുത്തു. അവളൊരു പിടച്ചിലൂടെ കണ്ണാടിയിലൂടെ അവനെ നോക്കി. അവന്റെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു. അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി ടവൽ കൊണ്ട് അവളുടെ മുഖത്ത് പറ്റിയിരുന്ന വെള്ളത്തുള്ളികൾ തുടച്ചു മാറ്റി. സിന്ദൂരച്ചപ്പിൽ നിന്നിരുന്നുള്ള സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി അവൾ കണ്ണുകൾ അടച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവളെ തന്നെ മാറോട് ചേർത്തു. അവൾ അവൻ ഇറുകെ പുണർന്നു.